ഹേയ് സിനിഫാൻസ്, ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ മൊത്തത്തിൽ 2025 ലാലേട്ടൻ തൂക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു നടന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിന് എൻ്റെ കൺഗ്രാജുലേഷൻ. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി അങ്ങനെ കുറേ പേര് മോഹൻലാലിന് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഹൻലാലിന് കൃത്യസമയത്ത് തന്നെയാണ് ഈ ഒരു അവാർഡും കിട്ടിയത്. കാരണം 3 സിനിമ ഇപ്പോൾ തന്നെ ഹിറ്റായിരിക്കുകയാണ്. തുടരും, പിന്നെ എമ്പുരാൻ, ഇപ്പോൾ ഹൃദയപൂർവ്വം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു സന്തോഷവും വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2025 ലാലേട്ടൻ തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. നമ്മുടെ ചോട്ടാ മുംബൈക്ക് ശേഷം ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ലാലേട്ടൻ്റെ വേറൊരു പടം രാവണപ്രഭു റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ സിനിമയുടെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ 10 രാവണപ്രഭു അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വർഷം അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ഒരു റിലീസാണ്. അപ്പോൾ ഇതും തകർക്കട്ടെ. എല്ലാവരും പോയി തിയേറ്ററിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും പോയി ആഘോഷിക്കുക. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സിനിമയാണ് നമ്മുടെ ചെക്ക് മേറ്റ് എന്ന സിനിമ. നമ്മുടെ ലാലും പിന്നെ അനൂപ് മേനോനൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. ഈ സിനിമ ഒക്ടോബർ 2 സി5 OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഷൈൻ നിഗം നായകനാവുന്ന ബാൾട്ടി എന്ന സിനിമ സെപ്റ്റംബർ 26 തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ളത്. അപ്പോൾ സിനിമയുടെ വക ഒരു ട്രെയിലർ നാളെ, അതായത് ഞായറാഴ്ച 21 6 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസും OTT വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.